എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യുദ്ധത്തിൽ നിന്നും അമേരിക്ക പിന്മാറിയതോടെ പശ്ചിമേഷ്യ മുഴുവൻ ഇറാൻ കീഴടക്കുമെന്ന ഭയം ട്രംപിനെ അലട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം. അയാളുടെ വാക്കുകൾക്കോ വെല്ലുവിളികൾക്കോ യാതൊരു സ്ഥിരതയുമില്ല. 5 ദിവസത്തേക്ക് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയ ട്രംപ് ഇപ്പോൾ 5 ദിവസം എന്നത് മാറ്റി 10 ദിവസമാക്കി അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ കാലാവധി നീട്ടുന്നതിൻ്റെ ജാള്യത മറയ്ക്കാൻ താൻ ഇറാനുമായി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ അറിയാതെ ഇറാനുമായി ചർച്ച നടത്തുന്ന ട്രംപ് ഏത് ലോകത്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇനി യുദ്ധം നിർത്താൻ ട്രംപ് ആഗ്രഹിച്ചാൽ പോലും അതിന് ഇറാനും ഇസ്രായേലിനും സമ്മതമല്ല എന്നാണ് പരസ്പരം രൂക്ഷമായ ആക്രമണം നടത്തുന്നതിലൂടെ ഇവർ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിൽ മുൻതൂക്കം നേടി ഇറാൻ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവും അവരുടെ പ്രധാന തുറമുഖമായ ഹൈഫയും പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ മാത്രമല്ല, ഹിസ്ബുള്ള, ഇറാഖി മിലീഷ്യകൾ കൂടാതെ ഇപ്പോൾ ഹൂത്തികളും യുദ്ധത്തിലേക്ക് ചേരുകയാണ് എന്ന് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ വിവിധ തലങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവരുടെ നാശത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയോട് ചെയ്യുകയാണ്. ഇത് പറയുമ്പോൾ 1970കളിലെ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ സൂത്രധാരനും ആദ്യത്തെ ജൂത സ്റ്റേറ്റ് സെക്രട്ടറിയും ജൂതനുമായ ഹെൻറി കിസിഞ്ചറിൻ്റെ വാക്കുകൾ എടുത്തു പറയേണ്ടതുണ്ട്. ഈയിടെ 100 വയസ്സിൽ മരണപ്പെട്ട കിസിഞ്ചർ 2012 നടത്തിയ പ്രവചനം 10 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഇല്ലാതാകും എന്നാണ്. ഇയാൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഏതാണ്ട് ശരിയായി വരികയാണെന്ന് ഇസ്രായേലിൻ്റെ സൈനിക മേധാവിയായ ഇയാൽ സമീറിൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. മനുഷ്യശക്തി ക്ഷാമം മൂലം IDF തകർന്നു വീഴുമെന്നാണ് ഇയാൽ സമീർ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023 ഹമാസുമായി നടന്ന യുദ്ധാരംഭം മുതൽ ഇസ്രായേൽ സൈന്യത്തിൽ വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ശതമാനം സൈനികരും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതിനാൽ യുദ്ധരംഗത്തേക്ക് പോകാൻ ഇപ്പോൾ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. യൂതരെ ആരെയും യുദ്ധം ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സ്കൂൾ, കോളേജ് തലത്തിലെ കുട്ടികളെ നിർബന്ധപൂർവ്വം പട്ടാളത്തിൽ ചേർക്കുന്നതിനാൽ രാജ്യത്ത് അതിരൂക്ഷമായ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 കൊല്ലം ഗസയിൽ യുദ്ധം നടത്തിയപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ സൈനിക നഷ്ടമാണ് ഇസ്രായേലിലെ സൈനികർക്കിടയിലും സിവിലിയൻസിനിടയിലും കേവലം 28 ദിവസം കൊണ്ട് ഇറാൻ നഷ്ടം വരുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം സമ്പത്ത് കൊണ്ടും സൈന്യം കൊണ്ടും ആയുധങ്ങളുടെ കുറവ് മൂലവും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തളർന്നിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഇറാനും വലിയ നഷ്ടം സംഭവിച്ചിട്ട് എന്തൊക്കെ പറയുന്നവരുണ്ടാവും. എന്നാൽ ശരി തന്നെയാണ്, ഇറാനും കുറേ നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഏതാണ്ട് മാക്സിമം 1 കോടിക്കടുത്ത് ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് 90 ലക്ഷം ആൾക്കാരൊക്കെ ഇസ്രായേലിനുള്ളൂ, ജൂതന്മാരേ ഉള്ളൂ ഇന്ന് ലോകത്ത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും വിദേശത്താണ്. പിന്നെ കുട്ടികളും വൃദ്ധരായവരെയൊക്കെ ഒഴിച്ചാൽ വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഇസ്രായേലിൽക്കിടയിലുള്ളൂ. അവരെല്ലാം ഏതാണ്ട് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. 10,000-കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ സിവിലിയൻസിനിടയിൽ ഈ ആക്രമണങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് അവരും അനേകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ടോട്ടലി ഇസ്രായേൽ നഷ്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചതല്ല, അവർക്ക് വിശാലമായൊരു ഭൂപ്രദേശമാണ്. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനേക്കാൾ ഏതാണ്ട് 10 ഇരട്ടിയിലധികം ആളാണുള്ളത്. 10 കോടിയിലധികം ആളാണ് ഇറാനിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ ഇപ്പോൾ 1700 പേരോട് കൊല്ലപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇസ്രായേലിന് 10,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് നിലവിൽ റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൾക്കാർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മറ്റു വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സംഭവിക്കുന്നത് ഒരേ സമയം പ്രധാനമായും 4 മുന്നണികൾ യുദ്ധം ചെയ്യാനുള്ള സൈനിക കരുത്ത് ഇസ്രായേലിനില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയാണ് സൈനിക മേധാവിയായ ഇയാൽ സമീർ തന്നെ പറഞ്ഞത് യുദ്ധത്തിൽ ഇസ്രായേലിന് മനുഷ്യശേഷി വളരെ കുറവാണ് എന്നുള്ളത്. കഴിഞ്ഞകാല യുദ്ധം പോലെ അല്ലത്. UN രാഷ്ട്രങ്ങളുടെ യാതൊരു പിന്തുണയും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഈ യുദ്ധത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇറാനിയൻ ആയുധങ്ങളുടെ കരുത്ത് കണ്ടതോടെ മിഡിൽ ഈസ്റ്റിൽ ഇറാനെ ജയിക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന് UN രാഷ്ട്രങ്ങൾക്ക് ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ട്. അതാണ് പ്രധാനമായും അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നത്. അവരാരും ഇപ്പോൾ ഇറാനെ പിണക്കാൻ തയ്യാറാവുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. തന്നെയുമല്ല, യാതൊരു കാരണവുമില്ലാതെ ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ അനുഭവിക്കട്ടെ എന്ന പരിഹാസവും ഈ UN രാഷ്ട്രങ്ങൾക്കും
യൂറോപ്പിനുമൊക്കെ അമേരിക്കയോടും ഇസ്രയേലിനുമുണ്ട്. ഇനി ഇസ്രയേലിലെ സൈനികരുടെ കുറവ് പരിഹരിക്കാൻ അമേരിക്കൻ സൈനികരെ ഇറക്കാൻ ശ്രമിച്ച ട്രംപിന് തിരിച്ചടിയായി അമേരിക്കൻ കുടുംബങ്ങളിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. ഇസ്രായേൽ എന്ന വിദേശ രാഷ്ട്രത്തിന് വേണ്ടി അമേരിക്കൻ യുവാക്കളുടെ ജീവൻ ബലി കൊടുക്കേണ്ടതില്ല എന്നാണ് ജനങ്ങൾ പ്രകോപിതരായി വിളിച്ചു പറയുന്നത്. അതിനർത്ഥം മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഈ സൈനികർക്ക് ജീവനോടെ തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് ഈ കുടുംബങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ. അതുകൊണ്ട് ഇവർ വൻ പ്രതിഷേധമാണ് നടത്തുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി ഒരു കരയുദ്ധത്തിന് 5000 മുതൽ 10000 വരെ സൈനികരെ ഇറക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ ഞങ്ങളുടെ 10 ലക്ഷം സൈനികരുടെ മുന്നിലേക്ക് നിങ്ങളുടെ 10000വുമായി വന്നോളൂ, കൂടെ കുറേ ശവപ്പെട്ടികൾ കൂടി കൊണ്ടുവന്നോളൂ എന്നാണ് ഇറാന്റെ പരിഹാസം. ട്രംപ് പറയുന്ന ഓരോ വാക്കുകൾക്കും ഇറാൻ കൃത്യമായി മറുപടി പറയുന്നത് ട്രംപിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. അയാളുടെ വാക്കുകൾ പോലും വൈറലാകാതിരിക്കാനും അതിലൂടെ ട്രംപിന് ഒരു വിജയം നേടിക്കൊടുക്കാതിരിക്കാനും ഇറാൻ ശ്രദ്ധിക്കുന്നു എന്നത് യുദ്ധകാര്യ വിദഗ്ധർ വളരെ അത്ഭുതത്തോടെയാണ് വിലയിരുത്തുന്നത്. ഇതിലൂടെ ഇറാൻ ഒരു യുദ്ധത്തിന് എത്ര പ്രിപ്പയർഡ് ആയിരുന്നു എന്നാണ് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നത്. അവർ ഇസ്രായേലിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സകല പ്രതിരോധ ശേഷിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിമാനത്താവളങ്ങൾ, സർക്കാർ മന്ദിരങ്ങൾ, സൈനിക സ്കൂളുകൾ, വൈദ്യുത കേന്ദ്രങ്ങൾ തുടങ്ങി എല്ലാ മേഖലയും ആക്രമിക്കുന്നതിലൂടെ ഭാവിയിലെ ഇസ്രായേലിന്റെ വളർച്ചയെ കൂടി തടയുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് അവർ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിലും ഇസ്രായേലിനെ വളരാൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അവർക്ക് കിട്ടിയ ചാൻസ് അവർ കൃത്യമായി മുതലെടുക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേലിനിട്ട് ഇങ്ങനെ പണിയുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സ്വാധീനത്തെ കൂടി തുടച്ചു നിൽക്കുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദി, ഖത്തർ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക കൂടാതെ ഇവിടുത്തെ എണ്ണ കമ്പനികളിലെ അമേരിക്കൻ പങ്കാളിത്തം അവസാനിപ്പിക്കാൻ റിഫൈനറികളെയും അവർ ആക്രമിക്കുന്നുണ്ട്. അമേരിക്കക്കാരെ മുഴുവൻ ഈ റിഫൈനറികളിൽ നിന്നും പുറത്താക്കണമെന്ന് അറബ് രാഷ്ട്രങ്ങളോട് ഇറാൻ താക്കീത് ചെയ്യുന്നുണ്ട്. അതായത് ഉമ്മാരുടെ ജോലി പോലും ചെയ്യരുത്, അമേരിക്കയുടെ ഒരു അംശം പോലും മിഡിൽ ഈസ്റ്റിൽ കാണുന്ന എല്ലാവരെയും പുറത്താക്കിക്കൂ എന്നാണ് ഇറാൻ ഈ അറബികളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ വഴിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അറബ് രാഷ്ട്രങ്ങളിപ്പോൾ മീറ്റിംഗ് കൂടുകയാണ്. അവർ ഇറാനുമായി ഒരു സമവായം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇറാനൊപ്പം നിൽക്കുക, അമേരിക്കയെ പുറന്തള്ളുക, അമേരിക്കയുടെ സംരക്ഷണം നമുക്ക് ആവശ്യമില്ല എന്നൊരു നിലയിലേക്ക് അറബ് രാഷ്ട്രങ്ങളുടെ ചിന്താഗതി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇറാനെ പ്രതിരോധിക്കാൻ കഴിയാത്ത അമേരിക്കയ്ക്ക് പിന്നെ എന്തിനാണ് നമ്മൾ പണം കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് ഈ മീറ്റിങ്ങുകളിൽ പല രാജ്യങ്ങളിൽ നിന്നും ഉയരുന്നത്. അതുകൂടാതെ ഇപ്പൊ അടുത്തതായി ഇറാന്റെ ആക്രമണമുനയുടെ ഭീഷണി ചെന്നെത്തുന്നത് സിറിയയിലെ മുഹമ്മദ് ഷാര എന്ന അബു മുഹമ്മദ് ജോലാനി ഭരണകൂടത്തിന്റെ മേലെയാണ്. ഇയാൾ പഴയ സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് സ്വസ്ഥമായിട്ട് കഴിയുകയായിരുന്നു. സിറിയയിലെ അസദ് ഭരണകൂടം എന്ന് പറയുന്നത് ഇറാന്റെ ഒരു വലങ്കൈ തന്നെയായിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയൊക്കെ സഹായത്തോടെയാണ് ഈ അബു മുഹമ്മദ് ജോലാനി സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചത്. അങ്ങനെ സിറിയയുടെ ഈ ഭരണകൂടം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയൊക്കെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് സിറിയയിൽ ജൂത അമേരിക്കൻ പൗരന്മാർ ആയിരക്കണക്കിന് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം ഷാര ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തിയ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പല വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എന്ന് നിങ്ങൾ അറിയണം. സിറിയയിലെ 5 നക്ഷത്ര ഹോട്ടലുകൾ, നയതന്ത്ര കാര്യാലയങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മറ്റ് സർക്കാർ മിഷണറികൾ കൂടാതെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ വരെ ഈ അട്ടകളിപ്പോൾ ഉണ്ട് എന്ന് വേണം പറയാൻ. ഇത് കൃത്യമായി ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിറിയയിൽ ഇസ്രായേൽ ഇത്രയധികം ആക്രമണം നടത്തിയിട്ടും ഈ ഷാര ഭരണകൂടം അതിനെ ഒന്ന് വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് എന്തെങ്കിലും പറയാനോ ഒന്നും തയ്യാറാവാത്തത്. അയാൾക്ക് ഭയമാണ്. അയാളെ തന്നെ ഉമ്മാർ കൊന്നുകളയും. കാര്യം അന്ന് ഈ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇസ്രായേലിനെ അമേരിക്കയുടെയൊക്കെ സഹായം തേടിയെന്ന് പറഞ്ഞാൽ പോലും അതിപ്പോൾ പാരയായിട്ടാണ് വന്നിരിക്കുന്നത്. സിറിയയിലെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും അടിച്ച് തകർത്ത് കളഞ്ഞു. ഒരു വിധത്തിലും സിറിയ വളരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി അടിച്ചിട്ട് വരും. അപ്പോൾ ഈ അബൂഷാർ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം അയാളുടെ അപ്പുറം ഇപ്പുറം എല്ലാം ഇവന്മാരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇയാൾ അനങ്ങിക്കഴിഞ്ഞാൽ ഇയാളെ തട്ടാനോ അല്ലെങ്കിൽ ഇവരെ അട്ടിമറിക്കാനോ ഒക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. അയാൾ എങ്ങോട്ട് പോകും? അയാൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് പുള്ളി മിണ്ടാതിരിക്കുന്നു. ഈ അട്ടകളുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇറാൻ അടുത്ത ദിവസങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് സിറിയയെ അറിയിച്ചിരിക്കുന്നത്. പ്രസിഡന്റിന്റെ കൊട്ടാരം പോലും ഈ ആക്രമണത്തിൽ നിന്നും വിടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ആക്രമണത്തിന് മുമ്പ് ഇവന്മാരെല്ലാം സ്ഥലം വിടാനാണ് സാധ്യത. വെറുതെ പട്ടിയാകുന്ന പോലെ അവിടെ കിടന്ന് ചാകണ്ടല്ലോ എന്നോർത്ത് ചിലപ്പോൾ ഇവന്മാരെല്ലാം അവിടെ നിന്ന് ഇപ്പം സ്ഥലം വിട്ടേക്കും. അതല്ല വേറെ രക്ഷയൊന്നുമില്ലല്ലോ. മിസൈലിന് മുന്നിൽ ഇങ്ങനെ നെഞ്ചി വിരിച്ച് നിന്നിട്ട് ഒരു പ്രയോജനമൊന്നുമില്ലല്ലോ. ഈ സിറിയ ഇങ്ങനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നതിൻ്റെ കാരണം സിറിയ വഴി ലെബനനിലെ ഹിസ്ബുള്ളയിലേക്ക് കൂടുതൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു വഴി തെളിക്കുക എന്നുള്ളതാണ്. നേരത്തെ പോലെ തന്നെ വീണ്ടും ഈ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കാനായിട്ട് പിന്നെ ഈസിയാവും. അതോടുകൂടി ഇസ്രായേലിൻ്റെ കാര്യം കൂടുതൽ പരിങ്ങലിലാകും എന്നുള്ളതാണ് സത്യം.
ഇസ്രായേൽ ഇനി ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇറാനുമായിട്ട് ഒരു സന്ധി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സന്ധി എന്നത് ഇറാനുമായി യാതൊരുവിധ ഇനി അലമ്പിനും ഇസ്രായേൽ തയ്യാറാവില്ല എന്ന് ആദ്യം അവർ പറയേണ്ടി വരും. പിന്നെ ലെബനോണിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറുക, അതുപോലെ വെസ്റ്റ് ബാങ്കിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ഈ വെസ്റ്റ് ബാങ്ക് പലസ്തീന് തിരികെ കൊടുക്കുക, പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കുക. അതുപോലെ പലസ്തീൻ, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് 1967 മുമ്പുള്ള അതിർത്തികളിലേക്ക് ഇസ്രായേൽ മടങ്ങുക എന്നൊക്കെയായിരിക്കും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ. ഇതെല്ലാം ഇസ്രായേലിനെ സമ്മതിച്ചേ പറ്റൂ. അതോടുകൂടി ഇസ്രായേൽ, ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറിയ മൂലയ്ക്കുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ വലിപ്പത്തിലേക്ക് മാറും എന്നുള്ളതാണ്. യാതൊരുവിധ ശക്തി ഉണ്ടാവില്ല. അമേരിക്കൻ സഹായം ഉണ്ടായാൽ പോലും ഇനി ഇസ്രായേലിനെ ഒരിക്കലും തലപൊക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് കിസിഞ്ചറിൻ്റെ വാക്കുകൾ സത്യമാവുന്നത്. ഇസ്രായേൽ തകരുക എന്ന് ഉദ്ദേശിച്ച് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഒരു സ്റ്റേറ്റ് പോലെ അവർക്ക് മിണ്ടാതെ ജീവിക്കാം, അതിന് ആർക്കും ശല്യം ഉണ്ടാകുകയില്ല. അറബികളുമായിട്ട് ഇടപഴകുകയും ചെയ്യാം, അതിനും തകരാറില്ല. ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ, ഇറാൻ ഉൾപ്പെടെ ഇസ്രായേലിനെ അംഗീകരിക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ നടത്താം, ബിസിനസ്സുകൾ ചെയ്യാം, ജൂതന്മാർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഒരു പ്രശ്നമില്ല. ലോകത്ത് ജൂതന്റെ ശല്യം അതോടെ അവസാനിക്കും. അതല്ലാതെ ജൂതരെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളതൊന്നും അല്ല അർത്ഥം കേട്ടോ. അതിന് പകരമായിട്ട് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു വലിയ വിശാല ഇസ്രായേലിൻ്റെ സൃഷ്ടിക്കായി നെതന്യാഹുവോ അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രധാനമന്ത്രിമാരോ സ്വയം ചൊരുങ്ങൽ അല്ലെങ്കിൽ നാശത്തിനുള്ള കാരണമാകും എന്ന് പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.